മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വഴിത്തിരിവ്. ഭാര്യ ബിന്ദു മേനോനോട് കെ ബി ഗണേഷ് കുമാർ മാപ്പ് പറഞ്ഞതോടെയാണ് വിവാദം ഒത്തുതീർപ്പിലെത്തിയത്. ഗണേഷ് കുമാറിനെതിരെ പോലീസിൽ പരാതി നൽകില്ല എന്നും സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനില്ല എന്നും ബിന്ദു മേനോൻ പറഞ്ഞു. ഇന്നലെ രാത്രിയാണ് ബിന്ദു മേനോനെ കെ ബി ഗണേഷ് കുമാർ വിളിച്ചത്. വിവാദങ്ങൾക്കിടെ കെ ബി ഗണേഷ് കുമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, മന്ത്രി നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ ഭാര്യയെ വിളിച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ വിവാദങ്ങൾ, ഈ ചർച്ചകൾ ഇവിടെ അവസാനിക്കുകയാണോ? അമൃത, കുടുംബപരമായ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള ശ്രമത്തിലാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വാളകത്ത് നിന്ന് ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനായി തിരുവനന്തപുരത്തേക്ക് തിരിച്ചിരിക്കുകയാണ്. ഇതിനിടയ്ക്കാണ് അദ്ദേഹം ഭാര്യ ബിന്ദു മേനോനുമായി അവരോട് ഖേദപ്രകടനം നടത്തി മാപ്പ് പറഞ്ഞ് പ്രശ്നം ഒത്തുതീർക്കാനുള്ള ശ്രമം നടക്കുന്ന വിവരം പുറത്തു വരുന്നത്. എന്തായാലും പ്രശ്നങ്ങളിൽ നിന്ന് തലയൂരാനുള്ള ശ്രമം എന്ന നിലയ്ക്കാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇത്തരമൊരു നീക്കം നടത്തുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിവരം. ഇന്നലെ മന്ത്രി നടത്തിയ പ്രതികരണം, പ്രത്യേകിച്ചും വട്ടുള്ളവരാണ് 112 വിളിക്കുന്നത് തുടങ്ങിയ പ്രതികരണങ്ങൾ നടത്തി. ഇതാണ് ഭാര്യ ബിന്ദു മേനോനെ പ്രകോപിപ്പിക്കുകയും മാധ്യമങ്ങളുടെ പ്രതികരണം നടത്താൻ അവരെ നിർബന്ധിതമാക്കുകയും ചെയ്തതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ ബിന്ദു മേനോനുമായി ഒരു ധാരണയിലേക്ക് അവർക്കെതിരെ അവരോട് മാപ്പ് പറഞ്ഞ് ഈ പ്രശ്നത്തിൽ തലയൂരാൻ ശ്രമിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഗണേഷ് കുമാറിനെതിരെ നിയമ നടപടി സ്വീകരിക്കില്ല എന്ന കാര്യം ബിന്ദു മേനോൻ വ്യക്തമാക്കിയിരുന്നു. ഇതോടുകൂടി പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കെ ബി ഗണേഷ് കുമാറും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും. എന്നാൽ ഇപ്പോഴും പൊതുമണ്ഡലത്തിൽ മന്ത്രിയുടെ ഭാര്യ ഉന്നയിച്ച ചില പരാതികൾ നിലനിൽക്കുന്നുണ്ട്. ആ പരാതികൾ ഏറ്റവും പ്രധാനപ്പെട്ടത് 112 വിളിച്ചതനുസരിച്ച് വന്ന പോലീസ് അവിടെ ഉത്തരവാദിത്വപൂർവമായ ഒരു പെരുമാറ്റം നടത്തിയില്ല, ഒരു ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കാര്യത്തിൽ മന്ത്രിയുടെ സ്റ്റാഫും മറ്റും ഈ ഭാര്യയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു, അവരുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളും ബിന്ദു മേനോൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്രിമിനൽ ഒഫൻസിൻ്റെ പരിധിയിൽ വരാവുന്ന കാര്യങ്ങളാണ്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തോതിലുള്ള അവകാശവാദം ഉന്നയിക്കുന്ന സർക്കാരിൻ്റെ കാലത്ത് ഇതൊക്കെ ഭൂഷണമാണോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. മാത്രമല്ല, പുറത്തു വന്ന ആരോപണങ്ങളുടെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്ത് ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അല്പസമയത്തിനകം മന്ത്രിസഭാ യോഗം ചേരും. മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരും എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഇനി കെ പി ഗണേഷ് കുമാർ വരുമോ എന്നതാണ് ആകാംക്ഷ നടത്തുന്ന കാര്യം. ഷഫീദ് റാവുത്തർ കൂടി വിവരങ്ങൾ നൽകാറായി ചേരുന്നുണ്ട്. ഷഫീദ്, ഈ വിഷയത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്? ഈ വിഷയം സ്വാഭാവികമായും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വീണ് കിട്ടിയ ഒരു കാര്യമാണ്. മാത്രമല്ല, 2013 പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും ഗണേഷ് കുമാർ അന്ന് UDF-ന്റെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ എടുത്ത നിലപാട് ഇവിടെയും സ്വീകരിക്കുമോ എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾ ഓരോരുത്തരും ഗണേഷ് കുമാർ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയും ചെയ്തത്. അതിനിടെയാണ് മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ പോലീസ് മേധാവിയും അടക്കം ഇക്കാര്യത്തിൽ ഇന്റലിജൻസിന്റെ ഒരു റിപ്പോർട്ട് നൽകുന്നത്. ആ റിപ്പോർട്ടിലടക്കം പോലീസ് വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഗണേഷ് കുമാർ അത് ഏത് തരത്തിലാണ് ആ വിഷയത്തിൽ പോലീസ് ഇടപെടാതിരുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നൽകിയതെന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന സൂചന. കയ്യേറ്റത്തിൽ ബിന്ദു മേനോൻ പരാതി നൽകിയാൽ കേസെടുക്കേണ്ടി വരുമെന്നാണ് ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ്. ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വരാനുള്ള സാഹചര്യം തള്ളിക്കളയാനാകില്ലെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ടായി മുഖ്യമന്ത്രി അടക്കം ധരിപ്പിച്ചിട്ടുണ്ട്. ഗണേശിന്റെ ഭാര്യ ബിന്ദു മേനോൻ നേരിട്ട് പരാതി നൽകിയാൽ മാത്രം കേസെടുക്കാമെന്നുള്ളതാണ് പോലീസ് നിലപാട്. മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരായിട്ടുള്ള പരാതികളിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല. ഇനി ഇക്കാര്യത്തിൽ നേരിട്ടുള്ള പരാതി ലഭിക്കട്ടെ, അതിനുശേഷം മാത്രം കേസ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചേരുന്ന ക്യാബിനറ്റ് യോഗവും അതിനുശേഷം മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ CPIയും ഒക്കെ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് നിർണായകമായി മാറും. CPIയെ സംബന്ധിച്ച് അവർക്ക് ഗണേഷ് കുമാർ ക്യാബിനറ്റിൽ തുടരുന്നത് ഗുണം ചെയ്യില്ല മുന്നണിക്ക് എന്നുള്ള വിലയിരുത്തലാണുള്ളത്. CPIഎമ്മിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഗണേഷ് കുമാർ പുറത്തു പോയിരിക്കുകയും പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിന് കോട്ടം തട്ടുകയും ചെയ്യുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ CPIഎമ്മിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാട് അത് നിർണായകമായി മാറുകയും ചെയ്യും. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് അല്പസമയം മുൻപ് വിവരമായി പുറത്തേക്ക് വന്ന ഒരു അനുനയ നീക്കത്തിന് ഗണേഷ് കുമാർ ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ വിഷയത്തിൽ പരാതി നേരിട്ട് പോകാതിരിക്കാനുള്ള ഒരു അനുനയ നീക്കം ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഏതായാലും അല്പസമയത്തുള്ള ഇക്കാര്യത്തിൽ പ്രതികരണം പ്രതീക്ഷിക്കാം. ക്യാബിനറ്റിന് ശേഷം കെ ബി ഗണേഷ് കുമാർ പങ്കെടുക്കുന്നത് KSRTC ആശുപത്രിയുടെ ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ മാധ്യമങ്ങളെ കാണാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഗൺമാൻ അടക്കമുള്ള ആളുകളോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയ ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ആ പരിപാടിയിൽ ഗണേഷ് കുമാറിന്റെ വിശദമായ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.